മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ യുക്രൈനിലേക്കും റഷ്യയിലേക്കുമുള്ള അമേരിക്കൻ എൻവോയ് കീത്ത് കെല്ലോഗ് യുക്രൈനിലെ നിലവിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ഭാവി സമാധാന ചർച്ചകളിൽ മോസ്കോയ്ക്ക് പ്രാദേശിക വ്യാപ്തമായ രാജി ആവശ്യപ്പെടേണ്ടി വരാമെന്ന് വ്യക്തമാക്കി. ചർച്ചകളുടെ ഭാഗമായി റഷ്യയുടെ എണ്ണവരുമാനങ്ങൾ ലക്ഷ്യം വെക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകി. ഒരു പാനൽ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ കെല്ലോഗ് അമേരിക്കൻ തന്ത്രത്തെക്കുറിച്ചും സമാധാന ചർച്ചകളുടെ സാധ്യതകളെക്കുറിച്ചും ചോദ്യങ്ങൾ നേരിട്ടു. ഏതെങ്കിലും ചർച്ചകളിൽ യൂറോപ്യൻ പ്രതിനിധികളെ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പു നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉറച്ച ഒരു ഇല്ല എന്ന് മറുപടി നൽകി. കെല്ലോഗ് സമാധാന ഉടമ്പടിയുടെ സാധ്യമായ നിബന്ധനകൾ വിശദീകരിക്കുകയും റഷ്യയിൽ നിന്ന് പ്രദേശവ്യാപ്തമായ രാജി ആവശ്യമായി വരാമെന്ന് ഊന്നിപ്പറഞ്ഞു. ചില ആവശ്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തോന്നാമെന്ന് അദ്ദേഹം സമ്മതിച്ചെങ്കിലും ഭാവിയിൽ ശക്തി പ്രയോഗിക്കാതിരിക്കാനുള്ള പ്രതിജ്ഞകൾ ഉൾപ്പെടാമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. രാഷ്ട്രീയമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ സൈനിക ശക്തികൾ കുറയ്ക്കാൻ സാധ്യതയില്ല. പക്ഷേ അമേരിക്ക ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തെ അസുഖകരമായ സ്ഥിതികളിലേക്ക് നിർബന്ധിക്കുക എന്നതാണ്. അത്തരമൊരു തന്ത്രം കെല്ലോഗ് സൂചിപ്പിച്ചതനുസരിച്ച് വടക്കൻ കൊറിയ, ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ സഖ്യങ്ങൾ തകർക്കുക എന്നതായിരിക്കും. കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഗണ്യമായി ശക്തമായ ബന്ധങ്ങൾ. വടക്കൻ കൊറിയയും ചൈനയുമായുള്ള റഷ്യയുടെ സഖ്യങ്ങൾ തകർക്കാനുള്ള അമേരിക്കൻ സ്പെഷ്യൽ എൻവോയിയുടെ ലക്ഷ്യം വാഷിംഗ്ടണിന് തന്റെ പിന്തുണക്കാരിൽ നിന്ന് റഷ്യയെ വേർതിരിക്കാനുള്ള കഴിവുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത് ശ്രമിക്കാനുള്ള സാധ്യമായ തന്ത്രങ്ങളുണ്ടെങ്കിലും സാഹചര്യം വളരെ സങ്കീർണമാണ്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ചതിന് വടക്കൻ കൊറിയയും ചൈനയും അമേരിക്ക ഒരുമിച്ച് കൂട്ടാം. പക്ഷേ ഗതാഗതങ്ങൾ ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്ന് പിയോങ്യാങ്ങുമായി ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ പുലർത്തുന്നില്ല. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ കഴിയില്ല. കാരണം ഇത് യുവിന്റെ പ്രധാന വ്യാപാര പങ്കാളിയാണ്. ചൈനയുമായുള്ള ബന്ധങ്ങൾ മുറിച്ചുകളയാനോ അതിന്റെ സ്വാധീനം കുറയ്ക്കാനോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് സമീപകാലത്തെ പിരിമുറുക്കങ്ങൾ കാരണം. ഈ പിരിമുറുക്കങ്ങൾ യൂറോപ്യൻ നേതാക്കളെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിക്കാം. ചൈനയ്ക്കെതിരെ ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറണം. അതേസമയം യുക്രൈന്റെ വിദേശകാര്യമന്ത്രി ഏതെങ്കിലും സമാധാന ചർച്ചകളിൽ എല്ലാ കക്ഷികൾക്കും ഒരു സ്ഥാനം ഉറപ്പാക്കാൻ അതിന്റെ പിന്തുണക്കാരോട് അഭ്യർത്ഥിച്ചു. ശക്തി വഴിയുള്ള സമാധാനമെന്ന ആശയത്തിലൂടെ മാത്രമേ യുക്രൈന് ഒരു സ്ഥിരമായതും നീതിപൂർവകമായതുമായ സമാധാനം കൈവരിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. യുക്രൈനെക്കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും യുക്രൈനില്ലാതെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ യൂറോപ്പിനെക്കുറിച്ചൊന്നും യൂറോപ്പില്ലാതെ തീരുമാനിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വീണ്ടും ഊന്നിപ്പറഞ്ഞു. ഈ അഭ്യർത്ഥന വരുന്നത് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ സൗദി അറേബ്യയിലേക്ക് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾക്കായി പോകുമ്പോഴാണ്. ഇത് മ്യൂണിക്കിലെ യൂറോപ്യൻ നേതാക്കളുടെ ചിന്തകൾ ഉണർത്തുന്നു. അമേരിക്ക ചർച്ചകളിൽ നിന്ന് യൂറോപ്പിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന്. ഈ ആശങ്കകൾ അടിസ്ഥാനരഹിതമല്ല. യൂറോപ്യൻ നേതാക്കളെ ചർച്ചകളിൽ ക്ഷണിച്ചിട്ടില്ല, അവരെ ഉൾപ്പെടുത്തില്ലെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ ഇൻപുട്ടില്ലാതെ എടുത്ത ഏതെങ്കിലും ഉടമ്പടി നടപ്പാക്കാൻ ഉത്തരവാദികളാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതവരെ അരികുകളിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കാരണം ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കായി നിബന്ധനകൾ നിർദ്ദേശിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ നിബന്ധനകളിൽ അവർക്ക് നിയന്ത്രണമില്ലെങ്കിൽ. യു നേതാക്കൾ ഇത് ഊന്നി പറയുന്നു. ഇത് യുക്രൈന് പ്രധാനമാണ്. യുക്രൈൻ വിശ്വസിക്കുന്നത് റഷ്യയെ ശക്തമായി നിലനിർത്തുന്നതിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ഉത്തരവാദിത്വബോധവും തിടുക്കവും ഭയവും പങ്കിടുന്നുണ്ടെന്നാണ്. റഷ്യയ്ക്ക് പ്രദേശവ്യാപ്തമായ രാജി നൽകിയാൽ അത് നേരിട്ട് യൂറോപ്പിനെ ബാധിക്കും. എന്നാൽ യൂറോപ്യൻ നേതാക്കൾക്ക് ഇതെങ്ങനെ അവതരിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യാൻ ഒരു സ്ഥാനം നൽകിയിട്ടില്ല. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും യുദ്ധാനന്തര യുക്രൈനെക്കുറിച്ച് മ്യൂണിക്കിലെ നേതാക്കളുടെ ഇടയിൽ ഒരു സ്പഷ്ടമായ കാഴ്ചപ്പാടില്ല. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വിഭജനം സ്പഷ്ടമാണ്. ഒരു ഏകീകൃത തന്ത്രം കാണാനില്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥർ യുക്രൈന് ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന് സ്ഥിരമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കാഴ്ചപ്പാടിന്റെ വിശദാംശങ്ങൾ അവ്യക്തമാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ മിശ്രിത സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി യുക്രൈൻ യുദ്ധം ജയിക്കേണ്ടതുണ്ടെന്ന് പ്രഖ്യാപിച്ചു. കാരണം അതാണ് അത് അവസാനിപ്പിക്കാനുള്ള തന്ത്രം. അതേസമയം മറ്റു രാജ്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് യുക്രൈന് തങ്ങളുടെ എല്ലാ പ്രദേശങ്ങളും തിരികെ നേടാൻ സാധ്യതയില്ല, കുറഞ്ഞത് അടുത്ത കാലത്തെങ്കിലും. ഇവിടെ പ്രബലമായ മനോഭാവവും അനിശ്ചിതത്വവുമാണ് പ്രകടമാകുന്നത്. വളരെയധികം കാര്യങ്ങൾ അമേരിക്കയും റഷ്യയും ആശ്രയിച്ചിരിക്കുന്നു. യൂറോപ്പിനെയോ യുക്രൈനിനെയോ അല്ല, ഇത് പല യൂറോപ്യൻ നേതാക്കളെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. കാരണം അവർ ഭൂരാഷ്ട്രീയ ലാൻഡ്സ്കേപ്പ് തുടർച്ചയായി പുനർനിർമ്മിക്കുന്ന ഒരു സംഘർഷത്തിന്റെ പരിണത ഫലങ്ങളെ നേരിടുകയാണ്.